ഈയിടെ പ്രവാസ ലോകത്തിൽ സംപ്രേഷണം ചെയ്ത ഒമാനിൽ അകപ്പെട്ടിരിക്കുന്ന ക്രിസ്റ്റഫറിൻ്റെ വിഷയം പ്രേക്ഷകർ കണ്ടല്ലോ. ക്രിസ്റ്റഫറിനെ നമുക്ക് ഒമാനിലെ ബർക്കയിൽ വെച്ചിട്ട് ബർക്കയിലെ സുഹൃത്തുക്കളോടൊപ്പം കാണാൻ സാധിച്ചു. ഇന്ന് ക്രിസ്റ്റഫർ എന്നോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം വിശദമാക്കുകയാണ് ഇവിടെ. ക്രിസ്റ്റഫർ, എന്ത് ജോലിക്കായിട്ടാണ് നിങ്ങൾ? മേസം പണിക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എൻ്റെ അനിയനായിരുന്നു കമ്പനിയിൽ ഫോർമാൻ. അപ്പോൾ അനിയൻ നാട്ടിൽ പോയി മരിച്ചു പോയി. ഞാൻ ഉടനെ തന്നെ നാട്ടിൽ പോയി. ഞാൻ ഒരു രണ്ട് മാസം നാട്ടിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അരയുമായിട്ട് പ്രശ്നം. അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം അരയുള്ളതല്ല. എൻ്റെ അനിയനുള്ള 10% അരയി കൊടുക്കും. അപ്പോൾ ഞാൻ രണ്ടാമത് വന്നപ്പോൾ ഇതേപോലെ വീടുകളിൽ നിന്ന് ഞാൻ തന്നെ പൈസ മേടിക്കുന്നത് ആൾക്കാർ കൊടുത്തിട്ട് ബാക്കി 10% അരയി കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം അരയിടാതാണോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളായി. ലാസ്റ്റിൽ പ്രശ്നമായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് MSc പോയിട്ട് അവിടെ നിന്ന് പേപ്പർ മേടിച്ച് ലേബർ കോട്ടി കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെ വേറെയും ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരൊക്കെ നാട്ടിൽ പോയി. എന്ന് വെച്ചാൽ ലേബർ കോട്ടിൽ പറഞ്ഞു അവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ അരയി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ് എടുത്തിട്ടോ ഞാൻ പൈസ തരാമെന്ന്. വന്നിട്ട് പൈസ ഒന്നും കൊടുത്തില്ല. ആ ടിക്കറ്റ് തന്നെ കയറി അവർ പോയി. ലാസ്റ്റിൽ ലേബർ കോട്ടി വന്നപ്പം അരയുടെ ഒരു മോന് ലേബർ ഓഫീസറാണ്. ഞാൻ വർക്കയിലാണ് പോയത്. അപ്പോൾ അവിടെ ഇരുന്ന ലേബർ ഓഫീസർ അരയുടെ മോനെ വിളിച്ച് അവർ കൂട്ടുകാർ മാറി അതാ എനിക്കറിയത്തില്ല. നിങ്ങൾ അവരുടെ സാധനങ്ങളെന്തോ എടുത്ത് വിറ്റു. അത് 6,900 ഒമാനി റിയാലിൻ്റെ ബാധ്യതയാണ് അവർക്ക് ഉണ്ടാക്കിയത്. അത് കൊടുക്കണം എന്നൊക്കെയുള്ള ലെവലിലാണ് കോടതിയുടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ ലേബർ കോർട്ടിലൊക്കെ പോയി ആയതുകൊണ്ട് ആ ദേഷ്യത്തിൽ അരയി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ വെച്ച ആധാരം എല്ലാം റൂമിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇതേപോലെ പണിക്ക് പോകാതെ കിടക്കായിരുന്നു. അപ്പം അന്ന് പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് റൂമിൽ വെക്ക് ചെയ്ത് തക്കോലും കൊണ്ടുപോയി. ഞങ്ങളുടെ ഉടുതുണി പോലും അതിനകത്താണ്. ഒരു സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല. കാണാതായി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം എൻ്റെ അനിയൻ്റെ തന്നെ. ഞാൻ മോട്ടിച്ചിട്ട് പോയി ചുമ്മാ കള്ള കേസ് കൊടുത്തത് അരയി. അപ്പോൾ നിങ്ങൾ ആ അനിയൻ്റെ ആണെന്നുള്ള എൻ്റെ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റിയില്ലേ? ഇത് പെട്ടെന്ന് നമ്മൾ കോടതിയിലാകുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യൻ എംബസിയിൽ നിന്നോ എംബസിയിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. അല്ല, വക്കീലിൻ്റെ സഹായം ഒന്നും ഈ ജയിലിൽ കിടക്കുമ്പോൾ കിട്ടിയില്ലേ? ഇല്ല. എംബസി അവിടെ തിരക്കി ഭാഗം സംസാരിക്കാൻ ഒരു വക്കീലും ഉണ്ടായില്ല? ഇല്ല. ഞാൻ ഇവിടെ പിടിച്ച വക്കീലേ വന്നില്ല. അതിനുശേഷം ഒമാനിയും വക്കീലും അവർ എല്ലാം ഒമാനിയല്ലേ, അവർ ഒന്നായി. അവർ തന്നെ വന്നിട്ടില്ല. ഇപ്പൊ ഈ ജയിലിന് ഈ ഫൈൻ അടച്ച് ഞാൻ കണ്ടു 100 റിയാല്. അത് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലെന്ന്. അപ്പോൾ ഒരു ദിവസം അവിടെ കിടക്കുമ്പോൾ 5 റിയാൽ കട്ടാവും. അങ്ങനെ അതിന് 20 ദിവസം കിടന്നു. ഞാൻ 20 ദിവസം കൂടുതൽ കിടന്നപ്പോൾ 100 റിയാലും തീർന്നു. അങ്ങനെ കിടന്നിട്ടാണ് പുറത്ത് വന്നത്. അത് പുറത്ത് വരുമ്പോഴും അരയ്ക്ക് വിളിച്ച് പോലീസുകാർ, ഞാനല്ല, വിളിച്ചിട്ട് അരയിൽ 2 ദിവസമായിട്ട് ഫോൺ എടുത്തിട്ടില്ല. പുറം ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ 6 കൂടെയും പണിക്ക് പോകും. ഒത്തിരി സ്ഥലങ്ങളിൽ പൈസ കിട്ടാതെ വരും. ഈ ഇടയ്ക്കാണെങ്കിൽ ഒരു കൊല്ലവും 3 മാസമായി ഒരു പാർട്ടി ഇതേപോലെ 1,600 റിയാൽ തരാനുണ്ട് പണിയുടെ പൈസ. ഞാനപ്പോൾ അതിപ്പോൾ 1-1.5 കൊല്ലത്തിന് മേളിൽ 1,600 റിയാൽ പറയുമ്പോൾ ആലോചിച്ച് നോക്കി. തരാമെന്ന് പറഞ്ഞെടുത്ത് എങ്ങനെയും നാട്ടിൽ പോവാം, ആരെങ്കിലും കൈയും കാലും പിടിച്ച് എങ്ങനെയും പോകാമെന്ന് വെച്ചപ്പം അങ്ങനെ ഇവിടെ തന്നെ തൂങ്ങി മരിച്ചു. ലാസ്റ്റിൽ പൈസ കിട്ടിയില്ല. എൻ്റെ മോക്കാണെങ്കിൽ 30 വയസ്സുണ്ട്. ഇതുവരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. എന്താ നിങ്ങളുടെ ആഗ്രഹം? ഇവിടെ എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടി അത് ചെയ്ത് ജീവിക്കണം എന്നാണോ? നിങ്ങളുടെ പാസ്പോർട്ടെല്ലാം അറിയില്ല. എന്താ പറയണത് അയാൾ? ഇപ്പോൾ ഈ 6,400-900 റിയാലിൻ്റെ പകരം കുറഞ്ഞൊരു തുകയിലേക്ക് കൊടുത്താലും? ഞാൻ ഇടയ്ക്ക് വേറെ ആളിനെ വെച്ച് ചോദിച്ചു. അപ്പോൾ 3,000 റിയാൽ കൊടുക്കാൻ പറഞ്ഞു. ഇത് എത്ര നാളെ മുമ്പാ? ഇതിപ്പോൾ ഒരു കൊല്ലത്തോളം ആവണം. 3,000 റിയാൽ കൊടുത്താൽ ഞാൻ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് അയാളുടെ കയ്യിലാണോ? പാസ്പോർട്ട് ഇനി അയാളുടെ കയ്യിലാണോ പാസ്പോർട്ട്? അത് അരയുടെ കയ്യിലാണോ കോർട്ടിലാണോ അതൊന്നും എനിക്കറിയത്തില്ല. ഈ കോർട്ടിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതോ നിങ്ങളുടെ വിസയോ? ഇപ്പോൾ ഒരു വിസ ഇല്ല. ഞാൻ ഇതിനു ശേഷം ഒരു 3 ഔട്ട് പാസ് നടന്നു. 3 ഔട്ട് പാസിനും പോയി നോക്കി, രക്ഷയില്ല. അപ്പോഴെല്ലാം കേസ് കിടപ്പുണ്ട്. MScയിൽ പോയാൽ അവർ കേസ് തീർത്തിട്ടാൻ പറയും. ഇപ്പോൾ കഴിഞ്ഞ ഔട്ട് പാസിന് പോയി അവിടെ നിന്ന് MScന്ന് പേപ്പർ മേടിച്ച് ലേബർ കോർട്ടിൽ കൊടുത്തു. റിവ്യൂവിൽ പേപ്പറിൽ ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത് MSc കൊണ്ടുപോകാൻ പറഞ്ഞ് MSc കൊടുത്തിട്ട് പറഞ്ഞു പേപ്പറിലൊക്കെ കമ്പ്യൂട്ടറിൽ കേസ് കിടപ്പുണ്ടെന്ന്. പിന്നെ 10 ദിവസം പോയി ലേബർ കോർട്ടിൽ കാത്ത് കിടന്നു. പേപ്പർ പുറത്ത് വരില്ല, അവർ തന്ന പേപ്പർ. അതിന് പിന്നെ ഞാൻ തിരിച്ചു വന്നു. എങ്ങനെയാലും എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടി വേറെ കുഴപ്പമില്ല. നോക്കട്ടെ ഞാൻ ഒരു വിസ എടുക്കാമെന്ന് ഞങ്ങൾ
ഓടിച്ചിട്ടില്ല, ഓടിക്കണമെന്നില്ല, ഞാൻ ഇവിടെ കിടക്കുമോ. നിങ്ങൾ കേട്ടല്ലോ ക്രിസ്റ്റഫറിൻ്റെ കഥ. ആദ്യത്തെ തെറ്റ് ചെയ്തത് അദ്ദേഹമല്ല, എംബസിയാണ്. കാരണം അങ്ങനെ ഒരു നിയമക്കുരുക്കിൽ പെട്ടപ്പോഴേ എംബസിയിൽ നിന്നൊരു അഭിഭാഷകനെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനുള്ളത് കോടതിയെ അറിയിക്കാനുള്ളൊരു ശ്രമം എംബസി നടത്തിയില്ല. അതിൻ്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് 2 വർഷത്തോളം തടവിൽ കഴിയേണ്ടി വന്നു. ഇനി പുറത്തിറങ്ങിയിട്ടാണെങ്കിലും കുറ്റം അതേപോലെ തന്നെ ആരോപിക്കപ്പെട്ട നിലയിൽ അയാൾക്കൊരു ചെറിയൊരു തുക സമാഹരിച്ചുകൊണ്ട് അയാൾക്ക് നാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷങ്ങളായിട്ട് ഒരു രേഖയില്ലാതെ ഇവിടെ ഏത് അവസരത്തിലും പോലീസിൻ്റെ പിടിയിലാകുമെന്നും അതിൻ്റെ ഇടയിലും ജീവിതം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബമാണെങ്കിൽ അതിലും വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്. ആർക്കെങ്കിലും ക്രിസ്റ്റഫറിനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിലും ഒന്ന് സഹായിക്കുക. ഇദ്ദേഹത്തിൻ്റെ അറബിയെ കണ്ടിട്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാൻ പ്രവാസ ലോകത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്റ്റഫറിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുക. സുശീല ക്രിസ്റ്റഫർ, അക്കൗണ്ട് നമ്പർ SB 570563908887, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പള്ളിയടി ബ്രാഞ്ച്, കന്യാകുമാരി. IFSC കോഡ് SBIN 0070567.